ശ്രീവത്സം. വിഷ്ണുവിന്റെ മാറിലെ മറുകാണ് ശ്രീവത്സം. ത്രിമൂർത്തികളിൽ ആർക്കാണ് കൂടുതൽ മഹത്വം എന്ന തർക്കമുണ്ടായപ്പോൾ അത് പരീക്ഷിച്ചറിയാൻ ഭൃഗു മഹർഷി സത്യലോകത്തേക്ക് പോയി. അവിടെ മഹർഷിമാരുടെ മധ്യത്തിൽ വിരാജിക്കുന്ന ബ്രഹ്മാവിനെ കണ്ടു. ഭൃഗു അവിടെ കണ്ട ഒരു പീഠത്തിൽ ഇരുന്നു. അനുവാദമില്ലാതെ വന്നതും അഹങ്കാരത്തോടെ ഇരുന്നതും ബ്രഹ്മാവിനെ ചൊടിപ്പിച്ചു. ഒന്നും മിണ്ടാതെ മഹർഷി കൈലാസത്തിലേക്ക് പോയി. മഹാദേവൻ അദ്ദേഹത്തെ ആലിംഗനം ചെയ്യാനായി അടുത്തപ്പോൾ മഹർഷി അകന്നുമാറി. കോപാകുലനായ മഹാദേവൻ ശൂലം കയ്യിലെടുത്തെങ്കിലും ദേവി തടഞ്ഞു. തുടർന്ന് വൈകുണ്ഠത്തിലെത്തിയ ഭൃഗു യോഗനിദ്രയിൽ കിടക്കുന്ന വിഷ്ണുവിനെയാണ് കണ്ടത്. സദാ ജാഗരൂകനായി ലോകം പരിപാലിക്കേണ്ടുന്ന വിഷ്ണു ഉറങ്ങുന്ന കാഴ്ച മഹർഷിയെ കോപാകുലനാക്കി. അദ്ദേഹം ഭഗവാന്റെ മാറിൽ ചവിട്ടി. ഞെട്ടി ഉണർന്ന വിഷ്ണു തന്നെ കാത്തു നിൽക്കേണ്ടി വന്നതിൽ ഭൃഗു മഹർഷിയോട് ക്ഷമ ചോദിച്ചു. ഭഗവാന്റെ അസാധാരണമായ സഹിഷ്ണുതയിൽ പ്രീതനായ മഹർഷി മഹാപരാധത്തിന് മാപ്പപേക്ഷിച്ചു. ഭൃഗു മഹർഷിയുടെ പാദം പതിഞ്ഞ അടയാളമാണ് ശ്രീവത്സം.